ഹലോ എവരിവൺ, എല്ലാവർക്കും മാജിക് മസാലയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് മാമ്പഴം എടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ ചെറിയ മാമ്പഴമാണ് എടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത മാമ്പഴം വേണം നമ്മൾ പുളിശ്ശേരി എടുക്കാനായിട്ട്. ഇത് നേരിയ പുളിരസവും നല്ല മധുരമുള്ള മാമ്പഴമാണ്. ഇതിൻ്റെ തൊലിയൊന്ന് നമുക്ക് കളഞ്ഞെടുക്കാം. 7 മാമ്പഴം എടുത്തിട്ടുണ്ട്. മൺചട്ടിയിലാണ് പുളിശ്ശേരി ഉണ്ടാക്കുന്നത്. മൺചട്ടിയിൽ വെക്കുമ്പോഴാണ് പുളിശ്ശേരിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് മാങ്ങയുടെ ഒപ്പം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കിയതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് അടച്ചു വെച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. ഏകദേശം 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ മാമ്പഴം ഇവിടെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചുവന്നുള്ളി വളരെ ചെറുതായതുകൊണ്ടാണ് 4 എണ്ണം എടുത്തത്, അല്ലെങ്കിൽ 2 എണ്ണം മതിയാവും. ഈ 1/4 ടീസ്പൂൺ ജീരകവും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം. ഇത് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് തിളച്ച് വരണം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി 1 കപ്പ് നല്ല കട്ട തൈര്, നല്ല പുളിയുള്ള തൈരാണ്. അത് 1 സെക്കൻഡ് മിക്സിയിലൊന്ന് അടിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 2 പച്ചമുളക് നടുകെ കീറിയത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ചേർത്ത് കൊടുത്താൽ അധിക സമയം പുളിശ്ശേരി തിളയ്ക്കാനായിട്ട് പാടില്ല. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നല്ല പുളിയുള്ള തൈര് വേണം നമ്മൾ എടുക്കാനായിട്ട്, എന്നാലാണ് നമ്മുടെ പുളിശ്ശേരി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് വറവ് റെഡിയാക്കണം. അതിനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും 1 ടീസ്പൂൺ നെയ്യുമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി 1/4 ടീസ്പൂൺ ഉലുവയും 1 ടീസ്പൂൺ കടുകും ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും പൊട്ടി വരുമ്പോൾ 2 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. അതിനുശേഷം വേണം മിക്സ് ചെയ്യാനായിട്ട്. നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചത് ചേർക്കാനായിട്ട് മറന്നു പോയരുത്. നല്ല ഫ്ലേവർ കിട്ടും നമ്മുടെ പുളിശ്ശേരിക്ക്. ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റി കൊടുക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുളിശ്ശേരിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്